നമസ്കാരം. ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്. ഇതിൻ്റെ ചെടി ഞങ്ങൾ വളരെ ചെറുതായിരിക്കുമ്പോൾ വാങ്ങിച്ചതാണ്. ഈ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് പോലെ തന്നെ അത്ഭുതകരമായ ഒരു അനുഭവമാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുക. ഇതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ ചോറും കറിയൊക്കെ കഴിച്ചാൽ നല്ല മധുരമായിരിക്കും, പ്രത്യേകിച്ച് പുളിപ്പുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിച്ചാൽ. ഇപ്പോൾ ഇത് 7 വർഷം എത്തിയിട്ടുള്ള ഒരു ചെടിയാണ്. ഇത് ഇനിയും വലിയ മരമാകും. ഇതിന് ഇടവിട്ടാണ് പൂവും കായൊക്കെ ഉണ്ടാകുന്നത്. കുരുപാവിയും കമ്പ് മുറിച്ച് കുത്തിയും പുതിയ ചെടികൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ കമ്പ് കുത്തി ചെടി ഉണ്ടാക്കാൻ എളുപ്പമല്ല. കുരുപാവി തൈകൾ ഉണ്ടാക്കുന്നതാണ് എളുപ്പം. ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടി കൂടിയാണ്. ഇനി ഫ്രൂട്ട് നോക്കാം. ഇതിന് വളരെ നേർത്ത റെഡ് കളറിലുള്ള തൊലിയാണുള്ളത്. അത് കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രം കളമ്പ്, ഏറ്റവും ഉള്ളിലായി കറുത്ത കുരുവാണുള്ളത്. ഈ കുരു നമ്മൾ കഴിക്കാറില്ല. ഇത് കുഴിച്ചിട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കാറ്. ഞാനിവിടെ പച്ചമുളക്, കൈപ്പയ്ക്ക, ചെറുനാരങ്ങ, ഇരുമ്പമ്പുളി, തൈര് ഇവയൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്. ചെറുനാരങ്ങ അടിപൊളി, നല്ല മധുരം. ഇനി നമുക്ക് കൈപ്പയ്ക്ക കഴിച്ചു നോക്കാം. കൈപ്പയ്ക്ക കയ്പന്നെയാണ്, നല്ല കയ്പന്നെയാണ്. ഇനി പച്ചമുളക് കടിച്ചു നോക്കാം. പച്ചമുളക് അതിൻ്റെ തനി സ്വഭാവം കാണിച്ച് നല്ല എരിവ് തന്നെയാണ്. ഇനി നമുക്ക് തൈരൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഐസ്ക്രീം കഴിക്കുന്ന പോലെ കഴിക്കാം. തൈര് നല്ല മധുരമുണ്ട്, സൂപ്പർ. ഇനി നമുക്ക് ഇരുമ്പാമ്പിളി കഴിച്ചു നോക്കാം. സൂപ്പർ, നല്ല മധുരം, അടിപൊളി. എരിവും കയ്പുള്ള സാധനങ്ങൾ കഴിച്ചാൽ മധുരം തോന്നാറില്ല. പുളിപ്പുള്ള സാധനങ്ങൾ കഴിച്ചാലാണ് മധുരം തോന്നാറ്. ഇത് നമുക്ക് 2-3 മണിക്കൂർ വരെ ഈ മധുരം നീണ്ടു നിൽക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്